രാഹുൽ ഗാന്ധി ജയിച്ചത് ആരുടെ പിന്തുണ? രാഹുൽ ഗാന്ധിയുടെ വിജയിച്ചത് ആരുടെ പിന്തുണ? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജനിച്ചെത്തുമോ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ഭൂരിപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ തീവ്ര വർഗീയ ഘടകങ്ങൾ നോക്കട്ടെ. ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളുടെ ജില്ലയിൽ ഉൾക്കലേക്കാണ് എത്തിയത്, ഞങ്ങളെത്തി. അതെ. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ് ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത്, പൊതുസ്ഥലത്ത് ജമാഅത്തെയും SDP-യെയും കൂട്ടിയാലും രക്ഷപ്പെടില്ല, RSS-നെയും കൂടിയും കിട്ടണം. അതാണല്ലോ മനസ്സിൻ്റെ അകത്തുള്ളത്. അങ്ങനെയാണല്ലോ ഈ വഴിവിട്ട മാർഗത്തിലേക്ക് പോയത്. നമസ്കാരം. മുസ്ലിം പ്രീണനം കാരണം ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുത്തുകയാണ് CPM എന്ന പഴി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നുമൊക്കെ കാരാട്ട് റസാഖ്, TK ഹംസ, KT ജലീൽ, PV അൻവർ, അബ്ദുറഹ്മാൻ തുടങ്ങിയ പലരെയും അടർത്തിയെടുത്ത് സഹയാത്രികരാക്കിയ CPM അത് ചെയ്തതും ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി തന്നെയാണ്. ചെറിയ കാലത്തെ ലാഭം കഴിഞ്ഞപ്പോൾ പക്ഷേ ആ നയം ബൂമറാങ് പോലെ തിരിച്ചടിച്ചുവെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. എക്കാലത്തെയും പാർട്ടിയുടെ വോട്ട് ബാങ്കായ ഈഴവ സമുദായവും BJP-യിലേക്ക് ചായുന്നത് തിരിച്ചറിയുന്ന പാർട്ടിയും നേതാക്കളും അത് തിരികെ പിടിക്കാൻ തുടർച്ചയെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിന്റെ ബാക്കിയാണ് A. വിജയരാഘവന്റെ വർഗീയ ചേരി പരാമർശവും. AK ബാലനും P. മോഹനും നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയാണ് ഈ പച്ചയ്ക്ക് പറയുന്ന വർഗീയതയെ. ഹിന്ദു വോട്ട് കിട്ടാൻ മുസ്ലിങ്ങളെ കൈവിടുന്നോ CPM? ഈ തുടർ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് പിറകിൽ എന്താണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവായ ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകരായ N. ശ്രീകുമാർ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, ഒപ്പം ഇടത് സഹയാത്രികൻ CPM നിരീക്ഷകൻ റെജി ലുക്കോസും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ ഷാഫി ചാലിയം, പറഞ്ഞത് വിമർശിച്ചത് മുസ്ലിങ്ങളെയല്ല, മുസ്ലിം വർഗീയതക്കെതിരെയാണ്, അതിതീവ്ര വർഗീയ വിഭാഗങ്ങൾക്കെതിരെയാണ് എന്നാണ് CPM-ന്റെ വാദം. ഇത് ആദ്യത്തെ പരാമർശമല്ല, തുടർച്ചയായി ഉണ്ടാകുന്ന പരാമർശം. ആ തരത്തിലാണ് CPM വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? അതല്ല എങ്കിൽ പാർട്ടിക്ക് തന്നെ, CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ കൃത്യമായ ഒരു നയമാറ്റം അതിനകത്തുണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ ലീഗ്? മതേതര കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ വിജയരാഘവൻ ഉന്നയിച്ചത്. എത്ര അസംബദ്ധമായ പ്രസ്താവനയാണ് നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഇവിടുത്തെ RSS-കാരൻ പോലും ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത്രയും മോശമായ ഭാഷയിൽ ഉപയോഗിച്ചത്. രാഹുൽ ഗാന്ധിയും സുനീർ എന്ന ഒരു മുസ്ലിം നാമധാരിയുമാണ് ആദ്യം മത്സരം നടന്നത്. അന്ന് 4.5 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ആരെ വോട്ടാണത്? എന്താ ഈ വർഗീയത എന്നതിന്റെ വിവക്ഷ? സുനീർ എന്ന മുസ്ലിമിനേക്കാളും 4.5 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി എന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മതേതര സമൂഹമാണ് വയനാട്ടിലുള്ളത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക, അന്നും നോക്കുക. രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം K. സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയതയുടെ വിജയമാണെന്ന് സുരേന്ദ്രൻ പോലും എന്താണ് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇപ്പൊ എന്താ പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിന്റെയും ഒക്കെ മുന്നേറ്റത്തിന് മുന്നിലും പിന്നിലും നിന്നത് എന്താ പറയാ, മുസ്ലിം, ഏത് മുസ്ലിം, ഏത് അപകടകാരികളാണ് നിന്നത്? ഇങ്ങോട്ട് പറ, ഏത് അപകടകാരി? ഞങ്ങളുള്ളത് മുസ്ലിം ലീഗാണ്. പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തം സ്ഥിതിഗതികൾ നിങ്ങൾ എടുക്കുക. കൽപ്പറ്റ മുസ്ലിം ഭൂരിപക്ഷമാണോ? മാനന്തവാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? സുൽത്താൻ ബത്തേരി മുസ്ലിം ഭൂരിപക്ഷമാണോ? തിരുവമ്പാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? നിലമ്പൂരോ? ഒക്കെ സമാസമമാണ്. ഒരു വണ്ടൂർ വേറനാട് മാത്രമാണ് അസംബ്ലി മണ്ഡലത്തിൽ എന്താണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന നിലക്കുള്ളത്. ബാക്കി എന്താണ്? ഒരു വയനാടിലെ ഒരു ജനതയെ, അത് CPM പോലുള്ള പാർട്ടി, ഈ വിജയരാഘവൻ എന്താ ഭ്രാന്തായോ? അയാളുടെ വായക്ക് ചങ്ങലിടേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇവിടെ ഉണ്ടാവില്ല.
ആ പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഇനി എങ്ങനെ നിൽക്കാൻ കഴിയും? ഏത് രീതിയിലാണ് ഏങ്കിൾ ചെയ്തത്? എന്താ ഇതൊക്കെ? ഇയാൾ ഇന്നൊന്നിനും തുടങ്ങിയതല്ലോ. ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഇയാളെ പോലുള്ള ഇത്തരം നയം വെച്ചിട്ട് CPM എങ്ങനെ മുന്നോട്ട് പോവുക? ഇത് കേന്ദ്ര BJPക്ക്, ഈ സെൻട്രൽ BJPയുടെ നയമാണ് ഇവിടുത്തെ CPMന്റെ നേതാക്കളിലൂടെ പുറത്തു വരുന്നത്. ന്യൂനപക്ഷങ്ങളെ കുറെ പ്രീണിപ്പിക്കാൻ കുറെ ഇഫ്താർ വിരുന്നും പോത്തിറച്ചി ഫെസ്റ്റിവലൊക്കെ നടത്തി നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം വർഗീയത ആളിക്കത്തിക്കുക, ഭൂരിപക്ഷത്തെ ഒരു മുസ്ലിം വിരുദ്ധർ BJPയെക്കാളും ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ഈ എന്താ പറയാ മുസ്ലിം വിരുദ്ധരായ ആളുകളെ വോട്ട് BJPയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. എവിടെ വരാനാ? ഈ കേരളമാണത്, മലയാളികളാണ്, അവർ ശരിയായ ചിന്താബോധത്തിലാണ്. അവർക്കറിയാം. പാലക്കാട്ട് പോലും നമ്മൾ കണ്ടില്ലേ, പാലക്കാട്ട് നഗരസഭയിൽ 1 തൊട്ട് 15 വരെയുള്ള വാർഡുകൾ, ബൂത്തുകൾ, അത് നിങ്ങൾ പഠിക്കി. ആരാണ് ആ ചുണ്ണാമ്പുതുറ, പിന്നെ നൂറണി തുടങ്ങി ആ വല്യങ്ങാടി, കൽപ്പാത്തി വരെ നിലനിൽക്കുന്ന ആ ബൂത്തുകളിൽ ചോട്ടാ നാഗ്പൂർ എന്നാണ് ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. നാഗ്പൂർ എന്ന ആസ്ഥാനം RSSന്റേത് മഹാരാഷ്ട്രയിൽ നിലനിൽക്കുമ്പോൾ ചോട്ടാ നാഗ്പൂരായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇങ്ങ് കേരളത്തിലെ പാലക്കാട്ടെ ഞാൻ ഈ പറഞ്ഞ ബൂത്തുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് 4000 തൊട്ട് 6000 വോട്ട് 8000 വരെ BJP ലീഡ് ചെയ്യാറുണ്ട്. അവിടെയാണ് 6000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത്. അവിടെ UDFനൊന്നും ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ല. കേരള പോലീസിന് പോലും അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. അങ്ങനത്തെ സ്ഥലമാണ്. അവിടുത്തെ അവിടുത്തെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു സമൂഹം, അവർ ഈ പൂരം കലക്കാൻ തുടങ്ങിയിട്ടുള്ള തെമ്മാടിത്തം നടത്തിയ ഒരു പാർട്ടിയോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് മറിച്ച് വോട്ട് ചെയ്തു. അതാ പാലക്കാട്ട് കണ്ടത്. ആ വോട്ട് ചെയ്തവരെ പോലും എന്താക്കി മാറ്റിവര്? അത് ജമാഅത്തെ ഇസ്ലാമി SDPI എന്ന ഒരു എന്താ പറയാ ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പോലും കൊള്ളാവുന്ന ആളില്ലാത്ത ഈ ഈർക്കിർ പാർട്ടികളെ വെച്ചുകൊണ്ട് പറയാ അവിടെ വോട്ട് ചെയ്ത മതേതരരായ ഹിന്ദുക്കളടക്കമുള്ളവർ അവരൊന്നിനും പറ്റാതായി. അതിന്റെ വിജയം അവർക്ക്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ശ്രീ എ വിജയരാഘവൻ ഇതാദ്യമായിട്ടല്ലോ പറയുന്നത്. 2018 മലപ്പുറത്ത് ദേശീയപാത സമരം, ഗെയിൽ സമരത്തിലും മുസ്ലിം തീവ്രവാദികൾ ആ വാക്കാണ് പറഞ്ഞത്. ഇപ്പോഴും CPM പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നത് മുസ്ലിം തീവ്രവാദികൾക്കെതിരായിട്ടുള്ളതാണെന്ന്. ലീഗ് ഇത് വാങ്ങി തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ലീഗ് വാങ്ങി എന്തിനു തലയിൽ വെക്കണ്? ഈ വിജയരാഘവൻ എത്ര കാലമായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്? ഈ വിജയരാഘവനെ നിയന്ത്രിക്കേണ്ടത് CPM എന്ന പാർട്ടിയാണ്. ഗോവിന്ദൻ മാഷ് ഇത് സംബന്ധമായി എന്ത് നിലപാട് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, CPMന്റെ അകത്ത് അഭയം തേടിയ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മുസ്ലിം നാമധാരികൾ ആ പാർട്ടിയിലുണ്ട്. അവർക്ക് ഞാൻ പാർട്ടിയിൽ നിൽക്കാൻ കഴിയോ? അല്ല, ഇത് എ വിജയരാഘവൻ മാത്രമല്ല, അല്ല ശ്രീ ഷാഫി ചാലിയം, ഇത് എ വിജയരാഘവൻ മാത്രമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഈ സംഘടനാ തലം ചലിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ആണെന്ന് AK ബാലനും പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊന്ന് ഈരാറ്റുപേട്ടയിൽ ഇപ്പൊ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ കണക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അപർണ ഒന്ന് പരിശോധിക്കും. അപ്പൊ അപർണക്ക് അത് മനസ്സിലാവും. CPM 2ാം സ്ഥാനത്താ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താ. 300 ചില വോട്ടേ CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ വെറും 30 വോട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ എവിടേക്ക് പോയി? SDPI 2ാം സ്ഥാനത്തെത്തി. ഈ ഇടപാട് മനസ്സിലാക്കാൻ നേരെ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിയും. ഞാൻ അതിന്റെ എണ്ണം കുറെ ഈ ചർച്ചയിൽ പറഞ്ഞത്. SDPI ഇവരും തമ്മിൽ ഒരുമിച്ച് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ കണക്ക് പറഞ്ഞു മടുത്തു. ഇതുങ്ങളെ തലയിൽ ഇത് കയറൂല. ഞങ്ങൾക്ക് പറയാനും ഇത്രയേ ഉള്ളൂ, CPM തീക്കൊള്ളിക്കൊണ്ട് തലയൊടിയാണ്. ഇപ്പൊ അഡ്മിറ്റ് ആക്കാൻ ആ വിജയരാഘവനെ പോയി എന്ത് ചെയ്യണം? കുതിരോട്ടത്ത് ഇപ്പോഴാണ് എടുക്കൂ, കുറച്ച് കഴിഞ്ഞ് അത് എടുക്കൂല. അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ട്. BJP പോലും ആ കാര്യത്തിൽ കാണിക്കുന്ന സമചിത്തത പോലും. കാരണം ഉത്തരേന്ത്യ വിളിച്ചു പറഞ്ഞതുപോലെ കേരളത്തിൽ വിദ്യാസമ്പന്നരായ ഒരു മതേതര സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് ആപത്താണെന്നുള്ള തിരിച്ചറിവ് BJPക്കുണ്ട്. അതാണ് ഇത്ര വിഷം തുപ്പാൻ BJP പോലും വരാത്തത്. ആ സ്ഥാനത്താണ് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ആ വിജയരാഘവൻ വന്നത്. പറഞ്ഞ കൂട്ടിയ വർത്തനത്തെ നേർക്ക് പറയും. ഏത് തീവ്രവാദികൾ? അവർക്കൊരു പേരുണ്ടല്ലോ. ഏത് തീവ്രവാദികളാണ് പ്രിയങ്കന്റെ മുന്നിൽ നിന്നത്? ഏത് തീവ്രവാദികളാണ് പിറകിൽ നിന്നത്? ഇവർക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ മാത്രം തീവ്രവാദികളുടെ എണ്ണം എത്രയാണ് ഈ കേരളത്തിൽ? വയനാട്ടിൽ തീവ്രവാദികൾക്ക് എത്ര ലക്ഷം വോട്ടുണ്ട്? അത് വ്യക്തമാക്കാൻ CPM മുന്നോട്ട് വരണം. ലക്ഷക്കണക്കിന് മതേതരവാദികളുടെ വോട്ട് അവിടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എത്ര നിങ്ങൾ 1, 2, 3 നിയോജക മണ്ഡലത്തിൽ നിങ്ങളല്ലേ ജയിച്ചത്? ഇല്ലേ? 3 നിയോജക മണ്ഡലത്തിൽ നിങ്ങളെ ജയിപ്പിച്ചത്. ഒറ്റ ചോദ്യം,
ഷാഫി ചാലിയം ഇത്രയധികം വർഗീയവാദികൾ വയനാട് ഉണ്ടെങ്കിൽ വെറും വാവിട്ട വാക്ക് പറയുകയാണെന്ന് മാനന്തവാടിയിൽ ഇടതുപക്ഷക്കാർ വിജയിച്ചത് ആരുടെ വോട്ടിലാണ്? ശ്രീ ഷാഫി ചാലിയം ഒറ്റ ചോദ്യം ഇതിനകത്ത് കൂടെ ചേർത്ത് ചോദിക്കുന്നത്, എ വിജയരാഘവനെ പോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വാവിട്ട വാക്ക് പറയുകയാണ്, അല്ലെങ്കിൽ അത് കുതിരവട്ടത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ളതാണ്, ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണോ മുസ്ലിം ലീഗ്? ഇത് CPM എന്നൊരു പാർട്ടിയുടെ നയമാണ്, അല്ലെങ്കിൽ ഒരു നയമാറ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം. അതുകൊണ്ടാണ് ദേ വിജയരാഘവൻ മാത്രമല്ല, അത് AK ബാലനാണെങ്കിലും അല്ലെങ്കിൽ P മോഹൻ അടക്കമുള്ളവരാണെങ്കിലും എല്ലാം പറയുന്നത്, പാണക്കാട് തങ്ങളെ കുറിച്ച് പോലും പരാമർശം ഉണ്ടാകുന്നത് അതൊരു പാർട്ടിയുടെ നയമാറ്റമാണ് എന്ന് ലീഗ് കരുതുന്നേയില്ല. ലീഗ് എവിടെ ഇതിനെ നിസ്സാരമാക്കിയത്? ഞങ്ങളുടെ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി അതിശക്തമായിട്ടല്ലേ ഇതിനോട് പ്രതികരിച്ചത്? ഞങ്ങളെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി അതിരൂക്ഷമായിട്ടല്ലേ ഇതിനോട് പ്രതികരിച്ചത്? ഇപ്പൊ ഇതിന്റെ പ്രതികരണം മോശ, ഇനി ഞാൻ തീവ്രത കൂട്ടണോ പ്രതികരിക്കാൻ? ഇതിലപ്പുറം ഇതിലെങ്ങനെ നിങ്ങൾക്ക് നിസ്സാരമാണെന്ന് തോന്നാൻ പറ്റുക? അതല്ല, ഒരു വ്യക്തിപരമായിട്ടോ നേതാക്കൾക്കിലോ അല്ല, ഇതൊരു പാർട്ടിയുടെ നയമല്ലേ, ഒരു പാർട്ടിയുടെ നയവ്യതിയാനമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു സമയത്ത് മുസ്ലിം ലീഗിനോട് പോലും അനുകൂലമായ നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടി ഈ തരത്തിൽ കൃത്യമായ ഒരു നയത്തിന്റെ പുറത്തല്ലേ ഈ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ എന്നാണ് ചോദിച്ചത്. അതെ 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 അതായത് അവരുടെ ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞു, ബ്രാഞ്ചിൽ നിന്നും ലോക്കലിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്തു, ലോക്കൽ സമ്മേളനം കഴിഞ്ഞു, അവിടെ നിന്നും ഏരിയ കമ്മിറ്റിയിലെ ആളുകളെ സെലക്ട് ചെയ്തു, ഏരിയ സമ്മേളനം കഴിഞ്ഞു, ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് ജില്ലാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ആ ജില്ലാ പ്രതിനിധികളോടാണ് ഈ മനുഷ്യൻ, ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ സംസാരിക്കുന്നത്. ഇത് പാർട്ടി കോൺഗ്രസ് വരെ എത്തുന്ന ഒരു പ്രോസസ്സാ. അവിടെ എന്താ ഈ പറയുന്നത്? ഈ സമുദായത്തെക്കുറിച്ച് ഇത്ര മോശമായിട്ട് എന്താ എല്ലാ മതക്കാരും കൂട്ടി പറയാത്തത്? തീവ്ര സ്വഭാവമുള്ളവരെ എല്ലാ മതത്തിലും ഇല്ലേ? നമ്മൾ കണ്ടതല്ലത്. ഇത് എപ്പോഴും ഒരു മുസ്ലിങ്ങളെ മാത്രം ഫ്രെയിമിലിട്ടിട്ട് ഇവരെ ചീത്ത പറയാൻ നിങ്ങൾക്ക് അരിവാളം ചുറ്റേക്കും വോട്ട് ചെയ്ത ഒരുപാട് ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവരെ നേരെ നിങ്ങൾ പല്ലിളിക്കല്ലേ? അവരല്ലേ പ്രതിസന്ധിയിലായത്? താഴെത്തട്ടിൽ അവർക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ഇന്നും ഇന്നലെയായി പലരും കണ്ടു, അവരെ മുഖം പോലും വളരെയധികം വിഷമത്തിലാണ്. കാരണം തീവ്രവാദികളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ ഉദ്ദേശമല്ല കിട്ടേണ്ടത്, നിങ്ങളെ വായിന്ന് വന്നതാ. ഞാൻ വന്നപ്പം അവിടെ ഇരിക്കുന്ന സാബു ചേട്ടനെ അല്ലെ റെജി ലൂക്കോസിനെ ഞാൻ തന്തക്ക് വിളിക്കുക, എന്നിട്ട് പിന്നെ പറയാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ അമ്മാവനാണെന്ന് പറയാം. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? നമ്മളെ മനസ്സിലുള്ളതല്ല, നമ്മളെ ഉദ്ദേശിച്ചില്ല, നമ്മളെ വായിന്ന് വരുന്ന ജനങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർ. എന്താ വിജയരാഘവന്റെ വായിന്ന് വന്ന വിഷം? എത്രമാത്രം ഗൗരവമുള്ള അതാണ്, എത്രമാത്രം ആക്ഷേപർഹമാണ്. CPM-ന് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇനി എന്താ മാർഗം? ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കില്ലേ? തീവ്രവാദികളാണെങ്കിൽ ആ തീവ്രവാദികളുടെ പേര് പറയാം, ആ തീവ്രവാദികളുടെ എണ്ണം പറയാം. വയനാട് ജില്ലയിൽ നിങ്ങൾ 3-4 സ്ഥലത്ത് നിങ്ങൾ ജയിച്ചാണ്. ആരുടെ വോട്ടോടെ നിങ്ങൾ ജയിച്ചത്? അത് ഇത്ര മനസ്സിലായി. ഇത്ര തീവ്രവാദികൾക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഈ തീവ്രവാദികൾ ചേർന്നാൽ അവര് എന്താണ് മതനിരപേക്ഷർ. കോൺഗ്രസിനെങ്ങാനും ആരെങ്കിലും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരന്നേരം ഭീകരർ. നിങ്ങളൊക്കെ ട്രാക്ക് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളെ പ്രീവിയസ് പൊളിറ്റിക്കൽ ട്രാക്ക് കൃത്യമായി കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്കും പരിശോധിക്കാം. ഇന്നത്തെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ 2012 വരെ എവിടെയിരുന്നു നിങ്ങൾ? എത്ര വലിയ കമ്മിറ്റികൾ എടുത്തു? മുസ്ലിം സമുദായത്തിനെ പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെയാണ് അച്യുതാനന്ദന്റെ കാലത്തെടുത്തത്. പാഠപുസ്തക കമ്മിറ്റിയാ, അതേമാതിരി പാലുളി കമ്മിറ്റിയാ. ഈ സമസ്ത പോലെ മുസ്ലിങ്ങൾ അണിയേരുന്ന ബഹുഭൂരിപക്ഷം അണിയേരുന്ന സംഘടനയിൽ ഒരൊറ്റ ആളെപ്പോലും എടുക്കില്ല. ലീഗിനെടുക്കണ്ട. ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തേരെ കയറ്റി. എന്താ ഇവിടെ സംഭവിച്ചത്? ആകാശം ഇടിഞ്ഞു വീണോ? മൗലാന മൗദൂദിന്റെ ജീവചരിത്രം പാഠപുസ്തകമായോ? അതുകൊണ്ട് എന്ത് ആപത്തുണ്ടായത് നിങ്ങൾ പറയും? നിങ്ങൾ തന്നെ ഇത്ര കാലം മുസ്ലിം സമുദായത്തിന് പ്രതികരിക്കാൻ 10-80 ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിൽ വെറും 3000 മെമ്പർഷിപ്പുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലത്ത് തെരഞ്ഞെടുക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ നയം മാറാൻ കാരണം എന്താ? നിങ്ങളെ നയല്ല മാറിയത്. ജമാഅത്തെ ഇസ്ലാമി ദേശീയ രാഷ്ട്രീയം മാറിയപ്പോൾ അവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ ഒരൊറ്റ തെറ്റായത്. അതിനു പേരിൽ ഞങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതൊക്കെ ആര് വിശ്വസിക്കും ഈ മണ്ടത്തരങ്ങളൊക്കെ? ഇപ്പം നോക്കി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആരാ ദേശീയ തലത്തിലെ ശ്രദ്ധയവർ? ഈ രാഹുൽ ഗാന്ധിക്ക് നേരെ അപരന്മാരെ നിർത്തി രാഹുലിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയവരാണ്. ആ രാഹുലിന്റെയും ആ പാർട്ടിയുടെയും ഔദാര്യത്തിൽ രാജസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ സീറ്റ് കിട്ടിയത്. അതിന്റെ ഫലത്തിലാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ അവിടെ പോയിരിക്കുന്നത്. ആ സീതാറാം യെച്ചൂരി മരിക്കും വരെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കേരളത്തിലെ ഈ ഭ്രാന്തന്മാരായ ആളുകളാണ് ഈ CPM-ലുള്ളത്. ഇവരൊരു ഭാരമാകും. അതാ മനസ്സിലാക്കണേ. നിങ്ങളെ പിന്തുണച്ച കുറെ മുസ്ലിം സംഘടനകളൊക്കെ എന്ത് ചെയ്യും?
ഓക്കെ, റൈറ്റ്. അവരൊക്കെ നിലപാടെന്തായിരിക്കും ശ്രീ ഷാഫി ജാലിയം, അതുകൂടി ഞാൻ തിരികെ മനസ്സിലാക്കണ്ടേ? അതിനുള്ള മറുപടി ശ്രീ റെജി ലൂക്കോസ്. ഒരു എ വിജയരാഘവനല്ല, ഒരു പി മോഹനല്ല, ഒരു AK ബാലനല്ല, അതിന് മുകളിലേക്കുമുണ്ട്. ഇത് തുടർച്ചയായിട്ടുള്ള പരാമർശങ്ങളാണ്. ആ തുടർച്ചയായുള്ള പരാമർശങ്ങളിൽ പാർട്ടി കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു നയമാറ്റമാകാം, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നുള്ള ആരോപണത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാകാം. ഈ തുടർച്ചയായിട്ടുള്ള ഈ പരാമർശങ്ങൾ ഒക്കെ ഏതെങ്കിലും ഒരു നേതാക്കളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിന് പകരം അത് പാർട്ടിയുടെ ഒരു നയം അല്ലെങ്കിൽ ഒരു നയമാറ്റം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തരത്തിലുള്ള വാവിട്ട വാക്കുകൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നത്? ഇത്രയും തീവ്രവാദികളുണ്ടോ ഈ നാട്ടിൽ? അപർണ, വാസ്തവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീഗ് ഉൾപ്പെടുത്ത UDF ആകെ പരിഭ്രാന്തിയില് അവരെ സമാധാനിച്ചിരിക്കുക. അതിന് മുഖ്യ കാരണം 2026 അവർക്ക് അധികാരം കിട്ടിയില്ല എന്നുള്ളൊരു വസ്തുത അവർ തിരിച്ചറിഞ്ഞ മുതല് CPM പല രീതിയിൽ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത്. അതിപ്പോ ബഹുമാനപ്പെട്ട ഷാഫി ജാലിദിന്റെ അലറിക്കൂവിയുള്ള പ്രതികരണത്തിൽ നിന്ന് അത് മനസ്സിലായി. അധികാരമില്ലാത്ത ഒരു അവസ്ഥയിൽ കോൺഗ്രസിനും ലീഗിനും പ്രത്യേകിച്ചും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ A വിജയരാഘവനെ ചാപ്പ കുത്തി ഇനി വർഗീയവാദികളാണ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരാണെന്നുള്ള ചാപ്പ കുത്താനുള്ള ഇവരുടെ ശ്രമങ്ങൾ ധൈര്യമായിട്ട് പൊളിയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അതിന് 2 ഉദാഹരണം പറയാം, എനിക്ക് സമയം കിട്ടണം. അതായത് A വിജയരാഘവൻ പറഞ്ഞ എന്താ തെറ്റിരിക്കുന്നത്? പച്ചയ്ക്ക് അദ്ദേഹം തുറന്നു പറഞ്ഞത് വളരെ കേരളം മുഴുവൻ ശ്രദ്ധിച്ച മൂക്കത്ത് വിരൽ വെച്ച വർഗീയവാദികളുമായിട്ടുള്ള തോടക്കൈകളിൽ നടത്തിയതിനെതിരെ അദ്ദേഹം സംസാരിച്ചത് പ്രബുദ്ധമായ മുസ്ലിം സമുദായത്തിനെ വെറുപ്പിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ CPM അങ്ങനെ ഒരു വർഗീയത പറയുന്നത് ഈ ചർച്ച കേൾക്കുന്ന ആർക്കെല്ലാം പറയാൻ പറ്റും? ഇവിടെ മാനസിക വിഷമം എന്ന് പറയുന്നത് ആർക്ക്? ഇവർക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും വർഗീയവാദികളുടെ പച്ചയ്ക്കുള്ള വർഗീയവാദികളുടെ വോട്ട് നേടി വിജയിച്ചു എന്ന് പറഞ്ഞത് വസ്തുതയില്ലേ? പാലക്കാട് തെരഞ്ഞെടുപ്പും വയനാട് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഇവരെങ്ങനെ ജയിച്ചു കയറിയത്? ചേലക്കര തോറ്റുപോയെങ്കിൽ, ധൈര്യമായിട്ട് തോറ്റുപോയെങ്കിൽ ഇവരെങ്ങനെ പാലക്കാട് ജയിച്ചു കയറിയത്? ഇവര് പാലക്കാട് ജയിച്ചു കയറിയത് കേരളം വെറുപ്പോടെ കാണുന്നു തീവ്ര വർഗീയ കക്ഷികളായ SDPI, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടികളുമായിട്ട് പരസ്യമായി വേദി പങ്കിട്ടല്ലേ? അതിനെ ചോദ്യം ചെയ്യണ്ടേ? കേരളത്തിലെ മതേതര കേരളത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം വർഗീയവാദികളുടെ കൂട്ടുകെട്ടിനെതിരെ സംസാരിക്കാൻ ആർജവം കാണിക്കണ്ടേ? ആ ആർജവമല്ല A വിജയരാഘവൻ കാണിച്ചത്. ഇനി ഷാഫി ജാലിയോട് എന്തെല്ലാം രീതിയിലാണ് സംസാരിച്ചത്? എന്ത് ധാർമ്മികതയാണ്, എന്ത് ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ് ഷാഫി ജാലിനെ പോലെയൊക്കെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്താവ് സംസാരിക്കുന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ BJP എന്ന് പറയുന്ന തീവ്ര RSS BJP എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളുമായിട്ട് കൈകോർത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരസ്യ സഖ്യം ഉണ്ടാക്കി മത്സരിച്ചവരല്ലേ ഇവരല്ലേ ഈ ആ സമുദായത്തിന് പ്രബുദ്ധമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ സമുദായ മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ ചതി അടിച്ചവരല്ലേ? BJP ഭരിക്കുന്ന ഇന്ത്യയിലെ 2 വോട്ടെടുപ്പുകളിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെയും മുത്തലാഖ് ബില്ലിനെതിരെയുള്ള വോട്ടെടുപ്പിൽ നിന്ന് സഭ ബഹിഷ്കരിച്ചു പോയി BJPയോടുള്ള വിധേയത്വവും ഭയവും പ്രകടിപ്പിച്ച പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നവര്? ഇവർക്ക് എന്ത് വർഗീയത പറയാനുള്ള യോഗ്യതയുള്ളത്? ഏത് രീതിയിലാണ് ഇവർക്കുള്ള യോഗ്യത? ഇവിടെ വിജയരാഘവനെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ വായടക്കണം. അദ്ദേഹം വളരെ തീവ്രമായ വാക്കുകളൊക്കെ ഷാഫി ജാലിൽ ഉന്നയിച്ചു. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ പാലക്കാട് പൊതുവായി കണ്ടൊരു ചിത്രം എന്തായിരുന്നു? പൊതുവായൊരു ചിത്രം ഇവരുടെ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥിയോടും ന്യൂസ് 18 സാധ്യതയുള്ള ചാനലുകൾ മൈക്ക് നീട്ടി ചോദിച്ചു, നിങ്ങൾ SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള തരണമെന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരം മറുപടിയായിട്ട് ബെമ്പ അടിച്ചു. എന്തുകൊണ്ട് വരാൻ നിലപാടുന്നില്ല? ഞങ്ങളുടെ ഇവർ കഴിഞ്ഞ 10-40 വർഷം മുമ്പത്തെ ചരിത്രമൊക്കെ പറയുന്നുള്ളൂ. 10-40 വർഷത്തിന്റെ മുമ്പത്തെ ചരിത്രമല്ല, വെള്ളം ഒത്തിരി ഒഴുകിപ്പോയി. കേരളം അതിൽ നിന്ന് ട്രാൻസ്പെറന്റ് ആയി. ഇനി ഒറ്റ കാര്യങ്ങൾ പറയാൻ സമയം തരണം. ഷാഫി ജാലിദിന് ഉദാരമായ സമയം കൊടുത്തു. ഇന്ന് കേരളം കേട്ട 2 വാർത്തകളുണ്ട്. അപ്പം വിജയരാഘവനെ പോലുള്ളവരുടെ വാക്കുകളുടെ പ്രസക്തി അവരുടെ പോലെ അംഗീകരിക്കുന്നത് എന്തോന്ന്? ഇന്ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ഒരു ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ച കുട്ടികളെയും ആ അധ്യാപകരെയും അവിടുത്തെ വിശ്വ പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി ചെയ്ത് ഭീഷണിപ്പെടുത്തിയ അസഭ്യ വർഗം വർഷം ചൊരിഞ്ഞു. ആ പ്രശ്നം അത് തടഞ്ഞു. അതുപോലെ വൈകുന്നേരം വന്ന് അതിരിഞ്ഞെടുക്കുന്ന വാർത്തയാണ് ബാലാരിപ്പൂർ എന്ന് പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിലല്ല അവിടുത്തെ ജനങ്ങൾ കാലങ്ങളായിട്ട് ആഘോഷിക്കുന്ന ക്രിസ്മസ് കരോൾ ഇന്ന് വൈകുന്നേരം RSSന്റെ താലൂക്ക് പ്രമുഖ സഹിതം അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതിലും ഭയങ്കര പ്രത്യേകാതം രൂക്ഷമാണെന്ന് പറഞ്ഞു. ആ പാവങ്ങളെ നിർത്തിയിട്ട് പോയി. ഉത്തരേന്ത്യയിലെ UPയിലും തെലങ്കാനയിലും മധ്യപ്രദേശിലൊക്കെ കഴിഞ്ഞ വർഷം ഇതേ സംഭവം അരങ്ങേറിയിരുന്നു. അത് കേരളത്തിൽ അരങ്ങേറി. അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ ഏത് വിരുദ്ധ ചാപ്പ് കുത്തിയാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. അത് കേരളത്തിന്റെ മതേതര ഭാവത്തിന് താർക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വരും. 5-6 വോട്ടിന് വേണ്ടിയിട്ട് ആരുടെയും മുമ്പിൽ തലകുനിക്കുന്ന ഒരു പാർട്ടിയല്ല CPM. നിങ്ങൾ അത് മനസ്സിലാക്കുക.
ഏത് വർഗീയവാദികളും. എന്തുകൊണ്ടാണ് ഇവർ RSSനെ BJPയെ കുറിച്ച് ഇവർ സംസാരിക്കാത്തത്? ഇവരുടെ നേതാക്കന്മാർ കഴിഞ്ഞ് കുറെ നാളുകളുണ്ട്. എന്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്? വാക്ക് പറയുന്നുണ്ടോ? ആ തീവ്ര വർഗീയവാദികൾക്കെതിരെ മുസ്ലിം സമുദായം ഇന്ത്യയിൽ വേട്ടയാടപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്ന ഒരു സമൂഹമല്ലേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി? ഈ മുസ്ലിം ലീഗിനെ മതേതര മുഹമ്മദ് ഞാൻ മാത്രമല്ല, ഈ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരും മുസ്ലിം ലീഗിനെ ഒരു വർഗീയവാദിയായിട്ട് ഞങ്ങൾ ഒരിക്കലും ചിത്രീകരിച്ചിട്ടില്ല. മതേതര പാർട്ടി എന്ന് തന്നെ പറയുന്നത്. ഇവരുടെ പാർട്ടിയിലും നല്ല മതേതര മുഖമുള്ള പ്രതിച്ഛായുള്ള നല്ല നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളെ അവരെ വിമർശിക്കുന്നില്ല. പ്രത്യേകിച്ച് പറയാൻ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ മതേതരത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം. അദ്ദേഹം ഒരു മാതൃകാപരമായ രാഷ്ട്രീയം നയിക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവരുടെ PK ഷാജിയെ പോലെയും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറിനെ പോലുള്ളവരുടെ വർഗീയ വാദങ്ങൾക്ക് അവരുടെ പോലെ ചൂട്ടുപിടിക്കുമോ? കേരളക്കാരനെ അറയ്ക്കുന്ന വാക്കുകളല്ലേ പറയുന്നത്? പൊതുവേദിയിലൊക്കെ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്നതിന് പകരം എന്താ പറയാ, ഒരിക്കലും നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള അടവയ്ക്കൂവിയൊക്കെ ഇവര് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് കേരളത്തിൽ കേട്ടില്ലേ? അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം വിരുദ്ധരാണ് CPM എന്ന് നിങ്ങൾ ചാപ്പ കുത്തുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ന്യൂസ് 18. പക്ഷെ അത് ഞങ്ങൾക്കിട്ട് ചാർത്തണ്ട. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. കാരണം ബഹുമാനരായ രണ്ട് വ്യക്തികളുടെ ചർച്ചയ്ക്ക് ഇരിപ്പുണ്ട്. ഞാൻ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. ഒരു കാര്യം അടിവരയിട്ട് പറയാം. മുസ്ലിം സമുദായത്തെ മുഴുവനായും ഈ പറയുന്ന വിജയരാഘവനോ അല്ലെങ്കിൽ ആരെങ്കിലോ CPMൽപ്പെട്ട ആരെങ്കിലോ അവര് മുഴുവൻ വർഗീയവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ ഒറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ ഈ പറയുന്ന തീവ്ര ചിന്താഗതിയുള്ള വർഗീയവാദികളായിട്ടുള്ളവരെ എതിരെ ഉള്ള പ്രതികരണമായിരുന്നു. അത് ഇനിയും തുടരും. അത് ഞങ്ങൾ RSS എതിരെ പറയാറുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻ തീവ്രവാദികൾക്കെതിരെ പ്രകടിപ്പിക്കാറുണ്ട്. ഞാനൊക്കെ എത്രയോ ചർച്ച പ്രകടിപ്പിച്ചിട്ടുണ്ടതൊക്കെ. അങ്ങനെയുള്ള ഒരു കേരളത്തിന്റെ അടിത്തറയെ അടക്കുന്ന രീതിയിലുള്ള ഇന്ന് കണ്ട രണ്ട് നീചമായ സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കാം. പക്ഷേ ഷാഫി ശൈലം കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ താങ്കൾക്ക് വരാം, ദയവായി ഒന്ന് ശ്രമിക്കാം. ശ്രീ ഷാബു പ്രസാദ്, ബഹുഭൂരിപക്ഷത്തിന്റെ വർഗീയത എതിർക്കുന്ന പോലെ ന്യൂനപക്ഷത്തിന്റെ വർഗീയതയും എടുക്കുക. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് അതാണ്. അപ്പൊ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്. അതായത് പാർട്ടി എല്ലാ വിഷയത്തിനും എടുക്കുന്ന നിലപാട് അതാണ്. അത് മുസ്ലിങ്ങളെയല്ല പറയുന്നത്, തീവ്രവാദികളാണ്, മുസ്ലിം തീവ്രവാദ സംഘടനകളെയാണ് എന്ന് പറയുന്നു, പേരെടുത്ത് പറയുന്നു. ജമാഅത്തിനെ വിമർശിക്കാം, SDPയെ വിമർശിക്കാം. പഴയ കാലമല്ല, ഇപ്പോഴെന്ത് നിലപാടെടുക്കുന്നു എന്ന് ചോദിക്കുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയോടക്കം പിന്തുണ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നതടക്കമുള്ള മാധ്യമ സംഭവങ്ങൾ വരെ കോട്ട് ചെയ്തുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ് പറയുകയാണ്. ഷാഫി ശൈലം, താങ്കളുടെ മറുപടി. അല്ല, ഇതില് ഞാൻ പറഞ്ഞത് എന്താണ്? റെജി ലൂക്കോസ് പറയുന്ന മറുപടി അദ്ദേഹം ഉത്തരേന്ത്യയിലും അതേമാതിരി പാലക്കാട്ട് നടന്ന സംഭവം അതൊന്നല്ലല്ലോ വിഷയം. എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? 4.5 ലക്ഷം വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത്രയും വലിയ വോട്ടിന് തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലും പിന്നിലും ഈ മുസ്ലിം തീവ്ര സംഘങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്താന്ന് പറയുമ്പോൾ വയനാട് പോലുള്ള സ്ഥലത്ത് 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ആർജിക്കാൻ കഴിഞ്ഞതിൽ ഈ പറയുന്നവരുടെ എണ്ണം എത്രയാണെന്നുള്ളത് പറയാൻ റജിക്ക് കഴിയോ? 4.5 ലക്ഷം വർഗീയവാദികളാണോ? എന്താ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്? എന്നാ എല്ലാ തീവ്രവാദിക്കാരെ കുറിച്ച് എന്താ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. എന്ത് മത സ്വഭാവമാണ് തെരഞ്ഞെടുപ്പിൽ വയനാട് ജനത കാണിച്ചത്? ഒരു മുസ്ലിമായ സുനീറും ഒരു ഹിന്ദുവായ രാഹുലും മത്സരിച്ചപ്പം ആ രാഹുലിന് 4.5 ലക്ഷം വോട്ട് കൊടുത്ത ജനതയാണ് അവിടെ ഉള്ളത്. അവരവരെ സ്വന്തം സമുദായക്കാർക്കല്ല കൊടുത്തത്. സമുദായം വേറെ, രാഷ്ട്രീയം വേറെ. അതുപോലെ തന്നെ പ്രിയങ്കക്കും കൊടുത്തു. അതിന് ഈ രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് പിന്നിലുള്ളത്? ആ ചോദ്യത്തിന് എന്താ മറുപടി ഉള്ളത്? ഇവർ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ആകെയുള്ള മെമ്പർഷിപ്പ് തന്നെ 3000. നിങ്ങൾ മനസ്സിലാക്കണം. ഈ SCP എന്ന സാധനം, ഈ SCPയുമായി ഞങ്ങൾക്ക് ഒരു ബാന്ധവും ഇല്ലാന്ന് മാത്രമല്ല, ഞങ്ങളും SDPയും തമ്മിലുള്ള സംഘടനത്തിൽ മരിച്ച ആളുകളുണ്ട്. CPMും SDPയും തമ്മിൽ സംഘടനത്തിൽ മരിച്ച ഒരാളെ പേര് പറയും. SDPക്കാരനെ കൊണ്ട് ഒരു രക്തസാക്ഷി CPMൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, പറയാം. ഞങ്ങളാണ് അവരെ ഏറ്റുമുട്ടിയത്. ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നുള്ള അതിതീവ്ര നിലപാട് സ്വീകരിക്കുന്നവരെ അതിശക്തമായി എതിർത്തത് ഞങ്ങളാണ്, അകറ്റി നിർത്തിയത് ഞങ്ങളാണ്. ഞങ്ങൾക്കെതിരെ എന്തെല്ലാം പോരാട്ടങ്ങൾ നടത്തി. ഇപ്പോഴും PDP എന്ന പാർട്ടി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങളെ കൂടെ ഉള്ളത്.
2 INL നിങ്ങളെ കൂടെ ഉള്ളത്. ഇതൊക്കെ നിങ്ങളെ കൂടെ നിൽക്കുക. രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസിന് കൂടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് മതനിരപേക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് CPM തന്നെ പറഞ്ഞത് ഇപ്പോഴുണ്ട്. ആ ഞങ്ങളും ഞങ്ങളെ കൊടിയാണ് അവിടെ ഉയർന്നത്. ഞങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. സംശയം എന്താ? അവിടെ മുസ്ലിം സംഘടന എന്നൊരൊറ്റ വാക്കാ പറയുന്നത്. എന്തെങ്കിലും ഒരു വർഗീയ സംഘടന നടന്ന മണ്ണാണോ വയനാട്? വയനാട് എന്ന ജില്ലയിൽ ഇതുവരെ ഒരു വർഗീയ അസ്വസ്ഥത റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലമാണ്. ആകെ വർഗീയത റിപ്പോർട്ട് ചെയ്ത് ഗോപാലകൃഷ്ണൻ പോയിട്ട് അവിടെ നടത്തിയ വിദ്വേഷ പ്രസംഗമാണ്. ഈ വാവരെ വക്കഭൂമിയുടെ വിഷയം അതെന്നെ കേസ് കൊടുത്തവര് CPM കേസ് കൊടുത്തു. പോലീസ് കേസെടുത്തില്ല, എടുക്കൂല. കാരണം ഇവിടെ BJPയും RSS ആണ് കേരള പോലീസിനെ നയിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയല്ലോ. ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന DGP ആരാണെന്നുള്ളത് നമുക്കൊരു ഊഹമുണ്ടല്ലോ. ഇവർ തമ്മിലുള്ള ഈ കളി നമ്മളിവിടെ കണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ദേശീയ BJPയുടെ മുഖമാണ് കേരളത്തിലെ BJP പറഞ്ഞ ഇവിടുത്തെ ജനം വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഈ CPM നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അല്ല ബഹുമാനപ്പെട്ട ഷാബി ചാലിയം, കേരളം നാണത്തോടുകൂടി ലജ്ജയോടുകൂടി കേട്ടൊരു വാർത്തയുണ്ട്. വാർത്തയിൽ നേരിൽ കണ്ട വാർത്ത എന്താറിയോ? രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ മത്സരത്തിലും പ്രിയങ്കയുടെ മത്സരത്തിലും നിങ്ങളുടെ സ്വന്തം കൊടി പോലും പൊക്കാനായിട്ട് അനുവാദം ഇല്ലാതെ കണ്ട്, നാണമില്ലാതെ കണ്ട് കേരളത്തിന് മുമ്പിൽ അപഹാസ്യമായ മുസ്ലിം ലീഗിനെ കുറിച്ചാണോ നിങ്ങൾ ഇത്ര ഗീറോൺ അടിക്കുന്നത്? നിങ്ങൾ കാണിച്ചു കൊടുത്താളാ. കൊടി ഉയരേണ്ടടുത്ത് ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ കയ്യിലുണ്ട്. ഞാൻ ഏതാനും പോവാണ്. ഈ ചർച്ച കഴിഞ്ഞ് പോകുന്നതിന് ഒപ്പിട്ട് റെഡി ലോക്കോസിന്റെ വാട്സപ്പിലേക്ക് കൊടുക്കുന്നത്. റെഡി, ഞാൻ എന്റെ നമ്പർ നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞങ്ങളെ കൊടി പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിന് മേലെ ഞങ്ങളെ കൊടി പാറിക്കളിക്കുന്ന വീഡിയോ ഈ ചർച്ച കഴിഞ്ഞിട്ട് റെഡി ലോക്കോസിന്റെ വാട്സപ്പിലേക്ക് ഇവിടെ നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. ഷാബു പ്രസാദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം അത് BJPക്ക് ഗുണമാവുകയാണെന്ന് പാണക്കാട് തങ്ങൾ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. BJP പറഞ്ഞതാണെങ്കിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം CPM നടത്തുന്ന മുസ്ലിം പ്രീണനമാണെന്ന്, ആ നയം മാറ്റുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു വശത്ത് വരികയും ചെയ്യുന്നു. BJP പറയുന്നത് CPM മനസ്സിലാക്കുന്നു, കേൾക്കുന്നു. അങ്ങനെ വിലയിരുത്തണോ ഇപ്പോൾ? BJP പറയുന്നത് CPM കേൾക്കുന്നു എന്നുള്ളതല്ല, അവർ ചില യാഥാർത്ഥ്യബോധങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏകദേശം ഒരു 10-15 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഇവരുടെ പാലക്കാട് പ്ലീനത്തിന് ശേഷം, ഈ മുസ്ലിം സമുദായത്തില് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടാക്കാനുള്ള വളരെ തീവ്രമായ, വളരെ വലിയ ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവർ അതിന് വലിയ ഒരളവോളം വിജയം കണ്ടിട്ടുമുണ്ട്. അതാണ് 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഒക്കെ. കാര്യം ആ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിലൊരു സർക്കാർ തുടർന്നു പോകുന്നത് ഈ 2021 തെരഞ്ഞെടുപ്പിലാണ്. അതിലൊക്കെ കണ്ട അതാണ് കാര്യം. വലിയ തോതിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇവർക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ ഈ മുസ്ലിം സമുദായം അവർ ഒരു സംശയത്തോടു കൂടിയാണ് കാര്യം ഈ മുസ്ലിം സമുദായം ഇവരെ എന്നും കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇവരുടെ ചരിത്രം അങ്ങനെയാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്നൊരു വർഗമുണ്ട്, ഒരു ഇമേജ് അവർക്ക് പൊതുവേ ഉണ്ട്. പക്ഷെ അവർക്ക് വേറെ നിവൃത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസിന് ഇവിടെ അടിത്തറ നഷ്ടപ്പെടുന്നു, ഇന്ത്യയിൽ അടിത്തറ നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ CPM മാത്രമേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് കേരളത്തില്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ആ വോട്ടുകളാണത്. എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവര് വളരെ വിജയകരമായിട്ടൊരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിൽ ബാന്ധവമാണ്, അവർ തമ്മിൽ രഹസ്യധാരണയാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ആ നറേറ്റീവിന്
മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഞങ്ങളാണ് BJPക്കെതിരെ ഏറ്റവും ശക്തമായി ഫൈറ്റ് ചെയ്യുന്നത്, CPM അല്ല. കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് ആരാണ് വലിയ BJP വിരുദ്ധർ, ആരാണ് വലിയ സംഘപരിവാർ വിരുദ്ധർ എന്ന ഒരു മത്സരം ഈ LDFും UDFും തമ്മിൽ നടക്കുന്നു. അത് കുറെ കാലമായിട്ട് LDF അതിൽ വിജയിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ CPMഉം BJPയും തമ്മിൽ എന്തോ ഒരു ബാന്ധവമുണ്ട്, എന്തോ ചില രഹസ്യ ധാരണകളുണ്ട് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിലും ആ നറേറ്റീവ് പ്രചരിപ്പിക്കുന്നതിലും കോൺഗ്രസ് UDF ഒരു പരിധിവരെ നല്ലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ബ്ലോക്കായിട്ട് ശക്തമായ രീതിയിൽ വിശ്വസിക്കാവുന്ന ഒരു അടിത്തറ ലഭിക്കണമെങ്കിൽ അതിന് മുസ്ലിം ലീഗിനെ തന്നെ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ. ആ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമം ഇവർ കുറെ കാലമായിട്ട് നടത്തുന്നുണ്ട്, വളരെ കാലമായിട്ട്. പക്ഷെ അത് വിജയിച്ചില്ല. മുസ്ലിം ലീഗ് കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ജനകീയമായ രീതിയിൽ മാസ്സായിട്ടുള്ള സപ്പോർട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുകയുമില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടി വർക്കൗട്ട് ആയതിന്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഈ രണ്ട് കക്ഷികളും, ഈ രണ്ട് പാർട്ടികളും ഹിന്ദു വിരുദ്ധരാണ് എന്ന ഒരു ധാരണ ഇവിടെ പൊതുവെയുള്ള സാധാരണ ഹിന്ദുക്കളിൽ വളരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതും പിന്നെ നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രഭാവം ഇതെല്ലാം കൂടി ചേർന്നാണ് BJPക്ക്. അതായത് ആ ഒരു നയമാറ്റമാണ് CPMന്റെ നേതാക്കന്മാരുടെ പ്രസ്താവന പിറകിൽ. ആ ഒരു നയമാറ്റമാണ് അത് വിജയരാഘവന്റെ പ്രസ്താവനയിൽ മാത്രമല്ല, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രസ്താവനയെല്ലാം ആ നയമാറ്റമാണ്. അതെ, ആ ഒരു നയമാറ്റം തന്നെയാണത്. ആ നയമാറ്റം തന്നെ. ഞങ്ങളാണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിലെ ഹിന്ദു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നതിന്റെ ആദ്യ ചുവടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഇനി നോക്കിക്കോളൂ, കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഇവർ തുടർച്ചയായി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ, ഹിന്ദു സെന്റിമെന്റ്സിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും നയങ്ങളും CPM തുടർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രസ്താവനകൾ, അവരുടെ നേതാക്കന്മാർ ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഉണ്ടാവില്ല, ഉറപ്പിച്ചു പറയാം. ശബരിമല പ്രക്ഷോഭകാലത്ത്, ശബരിമല ഇഷ്യൂവിന്റെ കാലത്താണെങ്കിലും ഓരോ സമയത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദു സെന്റിമെന്റ്സിനെ കുത്തി നോവിക്കുക എന്നുള്ളത് ഈ CPMന്റെ ഒരു പാർട്ടി നയം തന്നെയായിരുന്നു. അവരത് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് അപർണ എഴുതി വെച്ചോളൂ. കുറേശ്ശെ ക്രമേണ അടുത്ത 2026 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ പോകുന്ന പാർട്ടി എന്ന ഇമേജ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് വളർത്തിയിടും. ഇനി ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള കുറെ ഈ ഹിന്ദു ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട്, ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്ന സ്വയം അഭിമാനിച്ച് നടക്കുന്ന അവരുടെ വരെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇവർക്ക് കിട്ടും. ഈ BJPയെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. സത്യത്തിൽ CPM ആണ് ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന നറേറ്റീവ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയപ്പെടുന്നു, ശരിക്കും ഞാൻ വിചാരിക്കുന്നു അതിൽ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഞാനും താങ്കളുടെ വിലയിരുത്തലുകൾ കൃത്യമായ പോയിന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ N ശ്രീകുമാർ, അതായത് ഒരു വിജയരാഘവൻ പറയുന്ന ഒരു വിഷയമല്ല ഇത്. മെക്സെവന്റെ വിഷയത്തിൽ P മോഹനൻ പറഞ്ഞത്, പിന്നീട് ഇതിനു മുൻപ് AK ബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് മുസ്ലിം പ്രീണനം വല്ലാതെ നടത്തുന്നു CPM എന്നുള്ളൊരു പ്രചാരണം വരുന്നു, അങ്ങനെ ഒരു ആരോപണം വരുന്നു. കൃത്യമായിട്ടുണ്ടായിരുന്ന ഈഴവ സമുദായം പോലും BJPയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയൊക്കെ വരുമ്പോൾ CPM നയം മാറ്റുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം പരാമർശങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഭൂരിപക്ഷ സമുദായത്തിന്റെ സംരക്ഷകർ തങ്ങളാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നാലും അതിശയിക്കാനില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഏകദേശം അങ്ങനെയാണോ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? ഒരു ഒറ്റപ്പെട്ട ഒരു പരാമർശമോ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതോ ഒന്നുമല്ല എന്നുകൂടി കണക്കാക്കണ്ടേ? നോക്കൂ അപർണ, ഇത് CPMന്റെ നയമാറ്റമല്ല. നയമാറ്റണമെങ്കിൽ അവർക്കൊരു നയം ഉണ്ടാകണം. CPM കഴിഞ്ഞ കുറേ വർഷമായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം സംസ്ഥാനത്ത് അവർക്ക് തുടർഭരണം ലഭിച്ച ആ ഒരു ഘട്ടത്തിൽ എത്തിയ സമയത്തും
അവരെ സംബന്ധിച്ചിടത്തോളം ഭരണമെന്ന ആ ആർത്തി അവരെ വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭരണത്തിലെത്താൻ വേണ്ടി ഏത് അജണ്ടയും അവർ സ്വീകരിക്കും എന്നുള്ളൊരു നിലയിലേക്ക് എത്തി. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ട, ഒരു നയം രൂപപ്പെടുത്താൻ പറ്റാതായി. CPM-ൻ്റെ നയം രൂപീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസ്സിലാണ്. പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താണ്? വർഗീയ വിരുദ്ധ നയമാണ്. പക്ഷേ കേരളത്തിൽ CPM, ഇന്ത്യ മുന്നണിയിലെ കോർ കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന കേരളത്തിലെ CPM ഇവിടെ BJP-യുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ CPM-ൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിൽ BJP പ്രവർത്തിക്കുന്നു. ഇത് കോൺഗ്രസ് ഉന്നയിച്ചൊരു ആരോപണമാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് ശ്രീ വിജയരാഘവന്റെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടിയുടെ നയമല്ല, പാർട്ടി നയം പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. കേരളത്തിലെ CPM നേതാക്കളുടെ ഒരു വെപ്രാളത്തിന്റെ, ഭരണം ഇനി പോകുമോ എന്നുള്ള വെപ്രാളത്തിന്റെ, ഏരിയ സമ്മേളനത്തിൽ പ്രവർത്തകർ തമ്മിലടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പാർട്ടിയെ എവിടേക്കെത്തും എന്നുള്ള ഒരു അമ്പരപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചിന്തയാണിത്. ഒരു കാര്യം ഷാബു പ്രസാദ് പറഞ്ഞത് വളരെ ശരിയാണ്. തങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകരെന്നാണ് ചില ഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നത്. അത് EMS-ൻ്റെ കാലത്തോട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അവർ ന്യൂനപക്ഷത്തിൻ്റെ വക്താക്കളായിട്ട് മാറി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ സമസ്തയെ പിളർത്താൻ നോക്കിയതൊക്കെ അറിയാമല്ലോ, പല രീതിയിൽ അവരെ ക്ഷണിച്ചുകൊണ്ടൊക്കെ. അതിനുശേഷം പലസ്തീൻ വിഷയം, ഇസ്രായേൽ വിഷയം വന്നപ്പോൾ എന്താണ്, മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു. അവർ അന്നത്തെ LDF കൺവീനറായിരുന്ന EP ജയരാജൻ മുസ്ലിം ലീഗിനെ മാന്യമായ രീതിയിൽ ക്ഷണിച്ചു. അത് ET മുഹമ്മദ് ബഷീർ അംഗീകരിച്ചു. പിന്നീട് ലീഗ് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ലീഗിനെ കയ്യിൽ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ, കേരളത്തിലെ ഭരണത്തിനെതിരാണ് ജനങ്ങളെന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് കടുപ്പിച്ചു, CPM വിരുദ്ധത കടുപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ നേരെ ഹിന്ദുത്വ മനോഭാവത്തിലേക്ക് CPM പോവുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇങ്ങനെ നയം മാറ്റുന്നതെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മുടെ ആ MEC 7 എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ മാസ് ഡ്രില്ല്, ആ മാസ് ഡ്രില്ലിനെ CPI എതിർത്തിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എതിർത്തിട്ടില്ല. പക്ഷെ CPM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് എതിർത്തത്. അതായത് ഒരു പാർട്ടിയുടെ നയം ഒരു ജില്ലാ സെക്രട്ടറി തലത്തിൽ പോലും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും AK ബാലൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതും NSS-നെ കുറിച്ച് AK ബാലനും പുതുപ്പള്ളി സ്ഥാനാർത്ഥിയായ സമയത്ത് ജേക്ക് തോമസ് പറഞ്ഞതും ഒക്കെ വേറിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഇവരെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ മുഖമുള്ള അവരുടെ പ്രസിഡന്റിനെതിരെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പാണക്കാട് തങ്ങൾക്കെതിരെയല്ലേ അദ്ദേഹം അവസാനം പ്രസംഗം നടത്തിയത്? എന്തിനാണ് പാണക്കാട് തങ്ങളെ വെറുതെ വലിച്ചഴിച്ചത്? എന്തിനാണ്? പാലക്കാട് 2ാം സ്ഥാനത്ത് BJP-യാണ്. അപ്പോൾ എന്തായാലും CPM തോക്കും, എങ്കിൽ BJP ജയിച്ചോട്ടെ, കോൺഗ്രസ് ജയിക്കരുത്. ഇത് CPM പ്രവർത്തകർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഗുണമാണ് അവിടെ കോൺഗ്രസിന് വോട്ട് കൂടാനുള്ള ഒരു ഘടകം, ഒരു ചെറിയ ഘടകം. മറ്റൊന്ന്, ശ്രീ വിജയരാഘവൻ ഇന്നലെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ ജയിച്ചത് പ്രിയങ്കയുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും എന്താ മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിം സമുദായത്തോടെ എന്താണ് CPM-ന് എപ്പോഴാണ് ഈ ഒരു വൈരുദ്ധ്യ മനോഭാവം വന്നത്? എപ്പോഴാണ് വന്നത്? അതായത് ഇപ്പോൾ റെജി ലൂക്കോസ് ചോദിച്ചില്ലേ പച്ചക്കൊടി ഉയർത്തിയോന്ന്? പച്ചക്കൊടിയൊന്നും ഉയർത്തിയെന്നുള്ളത് വ്യക്തമായിട്ട് അന്ന് വന്നതാണ്. ആദ്യം ഉയർത്തിയില്ല, കാരണം BJP-ക്കാരത് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു ദേശീയ തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി. ശരിയാണത്, അതൊരു തന്ത്രമായിരുന്നു കോൺഗ്രസിൻ്റെ. പക്ഷേ ഇപ്പോൾ അതുണ്ടായിരുന്നല്ലോ. ഇനി അതൊക്കെ പോട്ടെ. ശ്രീ വിജയരാഘവൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന BJP-യുടെ നയങ്ങൾക്കെതിരായ സമരത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നവരാണ്. ആ പ്രിയങ്കയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് കേരളത്തിലെ CPM-ൻ്റെ MP-മാരാണ്. 2 MP-മാർ, ഒരു MP-യും രാജ്യസഭാ MP-മാരുമാണ്. കേരളത്തിന് പുറത്തുള്ള CPM-ൻ്റെ MP-മാരാണ്. എങ്കിൽ പിന്നെ പ്രിയങ്ക മുസ്ലിം വർഗീയതയുടെ വോട്ട് നേടിയാണ് ജയിച്ചതെങ്കിൽ എന്നാൽ ഇവർക്ക് മാറി നിന്നൂടെ? അപ്പൊ എന്താണ് ദേശീയ തലത്തിൽ CPM-ന്റെ നയമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നയമല്ലേ ഉള്ളൂ. തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി സർവാധിപത്യം വരും എന്നല്ലേ അവർ പറഞ്ഞത്. ഗോവിന്ദ മാഷ് തിരുത്തി, കേരളത്തിൽ തൊഴിലാളി പാർട്ടിയുടെ ഭരണമല്ല, അതൊരു കൂട്ടുമുന്നണിയാണെന്ന് തിരുത്തിയിട്ടുണ്ട്. അത് മാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും എതിരെ ഇങ്ങനെ വർഗീയവാദികളുടെ വോട്ട് പിടിച്ച നേതാക്കൾ ഇവരെന്തിനാ ഡൽഹിയിൽ ഒപ്പം നിർത്തുന്നത്? അത് തന്നെ ഇരട്ടത്താപ്പല്ലേ, അവസരവാദമല്ലേ? അപ്പോൾ ഇവിടെ CPM വലിയ പ്രതിസന്ധിയിൽ അകപ്പെടാൻ പോവുകയാണ്. എന്താ കാരണം അറിയാമോ? ജില്ലാ സമ്മേളനം വരാൻ പോവുക. ജില്ലാ സമ്മേളനം വരുമ്പോൾ ആ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിക്കും, കോൺഗ്രസ് മുക്ത ഭാരത BJP ആഗ്രഹിക്കുന്നു, ശരി. കോൺഗ്രസ് മുക്ത കേരള CPM ആഗ്രഹിക്കുന്നു, ശരി.
അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗത്തിലും പ്രവൃത്തിയിലും കാണിച്ചാൽ പോരെ. CPM-ന്റെ പ്രഖ്യാപിത നയം എന്താണ്? മതേതരമാണ്. ആ മതേതര മുഖം നഷ്ടപ്പെടുത്തിയില്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ? ലീഗിന്റെ ഷാജി അതുപോലെ KC വേണുഗോപാലൊക്കെ പറഞ്ഞ ഒരു വിശേഷണമുണ്ട് വിജയരാഘവനെ കുറിച്ചിട്ട്. ഞാനത് ഈ ചാനൽ ചർച്ച പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? പച്ചയായിട്ട് പറയല്ലേ. എന്താണ് എൻ്റെ റെജി ലൂക്കോസ് എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടിക്ക് ആലോചിക്കുക. ജയവും തോൽവിയൊക്കെ വേറെ കാര്യം, പക്ഷെ പാർട്ടിയുടെ നയമുണ്ട്. അത് പാർട്ടി കോൺഗ്രസ്. എന്തിനാണ് പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്? പാർട്ടി നയം രൂപീകരിക്കാൻ. എന്തിനാണ് പഠന കോൺഗ്രസ് നടത്തുന്നത്? ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇത് രണ്ടും നിങ്ങളിപ്പോ മാറ്റിമറിച്ചില്ലേ? അതുപോലെ വിജയരാഘവന്റെ പ്രസംഗം ഏതെങ്കിലും കാര്യത്തിൽ ഒറ്റ മിനിറ്റ് ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഈ രണ്ട് കാര്യത്തിൽ CPM-ന്റെ നിലപാട് വ്യക്തമാക്കിയോ? അതൊക്കെ പോട്ടെ, വിജയരാഘവന്റെ പ്രസംഗം CPM-ന്റെ മുഖപത്രത്തിൽ ഞാൻ കണ്ടില്ല. എന്താ കൊടുക്കാതിരുന്നത്? അപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ പ്രസംഗം, രേഖയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ല എന്നർത്ഥം. CPM-ന്റെ മുഖപത്രത്തിൽ ഇന്ന വാർത്ത ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ അവിടെ വന്ന പത്രത്തിൽ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാകാൻ വഴിയില്ല. കാരണം വയനാട് ജില്ലാ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തയൊക്കെ ഉണ്ട്. ഞാൻ കുറേ 1-2 എഡിഷൻ നോക്കി. എന്തുകൊണ്ടാണ് വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? എന്താ പ്രസംഗം? എന്താ തമസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ പാർട്ടി പത്രം രേഖയാവാൻ പാടില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇത് കേൾക്കുകയും വേണം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ CPM-ന് ഭരണ തുടർച്ച കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്പരപ്പിൽ അവരവരുടെ നയം മറന്നു. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ജില്ലാ സെക്രട്ടറി ഒന്ന് വിളിച്ചു പറയുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗം വേറൊന്ന് വിളിച്ചു പറയുന്നു, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിർണായക നിമിഷങ്ങളിൽ മൗനം പാലിക്കുന്നു. തീർച്ചയായിട്ടും CPM നടത്തുന്ന ഈ നയത്തിൽ അല്ലെങ്കിൽ ഈ നയപ്രഖ്യാപനത്തെ കുറിച്ച് അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും BJP-യുടെ ഭാഗത്തുനിന്നാണെങ്കിലും പറയുന്നത് ഒരുപോലെ. ഇനി കാണാൻ പോകുന്നത് ന്യൂനപക്ഷ സംരക്ഷകരുടെ ലേബലിലായിരിക്കില്ല പാർട്ടി എന്നുള്ളതിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ A. വിജയരാഘവന്റെ ഭാഗത്തുനിന്ന്. ഇതൊന്നും അറിയാതെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന വാവിട്ട വാക്കുകളായിരിക്കില്ല. പാർട്ടി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്നുള്ളത്. അത് പാർട്ടിക്ക് പറയാൻ കഴിയില്ല, അത് രേഖയാക്കി പറയാൻ കഴിയില്ല. പകരം ഈ തരത്തിലുള്ള സന്ദേശം നൽകാം. അത് പാലക്കാട് നിന്നും കണ്ടതാണ്. പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനം തൊട്ടേ അത് കണ്ടതാണ്. PV അൻവറിന്റെ വിഷയത്തിനകത്ത് പോലും അൻവർ പോലും വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാണ് CPM പ്രതിരോധിച്ചത്. അതായത് ഇനി കളിക്കാൻ പോകുന്ന കാർഡ് അത് ന്യൂനപക്ഷ വിരുദ്ധതയോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയോ ആയിരിക്കും. അങ്ങനെ ഹിന്ദുക്കളുടെ വോട്ടുകൾ നോക്കുക, നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകളടക്കം തിരിച്ചു പിടിക്കാനുള്ള CPM-ന്റെ പൊളിറ്റിക്കൽ കാർഡ്. അത് അവരുടെ അതിനകത്തൊരു മറുപടി വളരെ സിമ്പിളാണ്. 2016-ലും 2021-ലും CPM നേരിട്ട ഇതേ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ ഇവര് പറഞ്ഞൊന്നും വിശ്വസിക്കാതിരുന്നത്? ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞു. ശ്രീകുമാർ സാർ മാത്രമല്ല, ഇപ്പൊ ഷാഫി ജാലിയും ശ്രീകുമാർ സാറിനെ പോലുള്ളവരൊക്കെ പരിഭ്രാന്തിയിലാണ്, ഭയത്തിലാണ്. എന്തായാലും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, 2026-ൽ ഒരു കാരണവശാൽ അധികാരത്തിൽ വരില്ല എന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് ഇപ്പൊ ഈ വർഗീയതയായിട്ട് അവർ ഇറങ്ങിയിരിക്കുന്നത്. ഇവരുടെ ഈ സംസാരിക്കുന്ന ഞങ്ങൾക്ക് അതാണ്. വയനാട്ടിൽ ഇടതുപക്ഷത്തിനാണല്ലോ 70,000 വോട്ട് പോയത്. അപ്പൊ പിന്നെ കോൺഗ്രസ് ആണല്ലോ ഭയപ്പെടേണ്ടത് സ്വാഭാവികമായിട്ടും. വോട്ട് പോയത് ഇടതുപക്ഷത്തിന് വയനാട്ടില്, പരിഭ്രാന്തി കോൺഗ്രസിനും UDF-നും. ഞങ്ങൾ ആദ്യമല്ലല്ലോ ഞങ്ങളെ വോട്ട് പിന്നെ അവിടെ പരാജയപ്പെടുന്നത്. ഞങ്ങൾ ആദ്യമല്ല, വയനാട്ടിൽ ഞങ്ങൾ എപ്പോഴാണ് ജയിച്ചിരിക്കുന്നത്? നിങ്ങൾ അതിന് മറുപടി പറയാമോ? വയനാട് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് പോയി. 70,000 വോട്ട് പോയി. 70,000 പോയി. ചെറിയ കണക്കല്ല. അവരുടെ ഇടപെടണ്ട. ഞാനത് മറുപടി പറയാം. തൃശ്ശൂര് 86,000 വോട്ട് പോയത് ആരുടെയാ? കെ മുരളീധരനെ ചതിക്കാൻ വേണ്ടിയിട്ട് BJP-ക്ക് വോട്ട് കുത്തിക്കൊടുത്ത ആരാ? ഈ കോൺഗ്രസ്സുകാരാ. അവര് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് ചോർന്നിട്ടുണ്ടെന്നുള്ളവരും. നിങ്ങളാണ് ഞങ്ങളെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി ഞാൻ മറുപടി പറയണം, ചോദ്യത്തിന് മറുപടി പറയണല്ലോ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരുടെ പ്രശ്നം ഇപ്പോ സകല അടവുകളും വർഗീയവാദികളുമായിട്ട് തോളെ കൈയിട്ടുണ്ടും CPM-ന് തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ അവരിപ്പോ മുസ്ലിം വിരുദ്ധ ഒരു പാർട്ടിയായിട്ട് CPM-നെ ചിത്രീകരിച്ചിരിക്കുക. സത്യത്തിൽ ഇവരാണ് ഞങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നിട്ട് തരുന്നത്, ജയിച്ചു കയറി പൊക്കോളാൻ പറഞ്ഞുകൊണ്ട്. ഇവര് മണ്ടത്തരങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാനായിട്ട് ഇവർ ഇനി പഠിക്കണം. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സംഭാവനകൾ ഈ നാടിനും ഈ രാജ്യത്തിനും നൽകിയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് മുസ്ലിം സമൂഹം. പ്രത്യേകിച്ച് കേരളത്തിൽ. ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ മുസ്ലിം സമുദായത്തിനെ വഞ്ചിച്ചുകൊണ്ട്, മുസ്ലിം സമുദായത്തിനെ ചതിച്ചുകൊണ്ട് മതേതര മുഖംമൂടി അണിഞ്ഞ മുസ്ലിം ലീഗിനെയാണ് ഞങ്ങൾ കുറ്റം പറയുന്നത്, ഞങ്ങൾ എതിർക്കുന്നത്. ആ മുസ്ലിം സമുദായത്തിനോടൊപ്പം ചേർക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഈ വർഗീയവാദികൾക്ക് എതിരെയാണ് വിജയരാഘവനെ പോലുള്ളവർ പ്രതികരിക്കുന്നത്. ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് ഷാഫി ജാലിയും പറഞ്ഞൊരു കണക്കുണ്ട്.
അദ്ദേഹം പറഞ്ഞ 3000 വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക്, അതുപോലെ SDPIയും ഏതാണ്ട് അത്ര വോട്ടുള്ളതെന്ന് പറഞ്ഞു. ആ 3000 വോട്ടുള്ളവർക്ക് പിന്നെ എന്തുകൊണ്ടാണ് SDPIയുടെ വോട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറയാറുന്നത് വേണ്ടെന്ന് പറയുന്നതായിരുന്നു. ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ ചോദിക്കേണ്ടതിന്, ഒരു വർഗീയവാദിയുടെ SDPIയുടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു വോട്ട് വേണ്ടത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ, ഞങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞില്ലേ. ഈ പറഞ്ഞ ഞാൻ പോലും അവിടെ 2 ദിവസം പ്രചരണത്തിന് പോയ ഒരാളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥ, നിങ്ങൾക്ക് കേരളത്തിലെ മതേതര മുഖത്തിന്റെ പൾസ് നിങ്ങൾ റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെ പുറകിലാണ്. ഞങ്ങളുടെ ന്യൂനപക്ഷം വരുന്നത് ഒരു പ്രത്യേക സമുദായത്തിനെ വർഗീയവാദികളായി ചിത്രീകരിച്ച് മറ്റുള്ളവരുടെ വോട്ട് നേടി വിജയിക്കുക എന്നൊക്കെ CPM ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പ്രബുദ്ധരായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾ പോലും നിങ്ങളെ വെറുക്കും. കാരണം കേരളത്തിന്റെ മതേതര ഭാവവും സുരക്ഷയും കീപ്പ് ചെയ്യാൻ വേറൊരു പാർട്ടി കേരളത്തിലില്ല. അതാണിന്ന് പാലക്കാട് ചിറ്റൂരിലെ ഹിന്ദു തീവ്രവാദികളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കേരളത്തിനുള്ളിൽ എവിടെയെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? തന്റെ ഇടം കാണിക്കുന്നത് അവിടെ DYFI ഇപ്പോൾ ക്രിസ്മസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പരോളും പ്രകടനം നയിച്ചുകൊണ്ടിരിക്കുക. വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും? അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് സുരക്ഷിതമായ ഒരു കേരളത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഈ പാർട്ടിയെ നിങ്ങൾ എന്താ പറയാ പള്ളു പറയുന്നതോറും അല്ലെങ്കിൽ നിങ്ങൾ മോശമായി ചിത്രീകരിക്കുന്നവരും വർഗീയവാദികളെ ചിത്രീകരിക്കുന്നവരും ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതൊരു പക്ഷേ ശ്രീ റജീൽ കോസെ, എല്ലാവരും വർഗീയവാദികൾ. നേരത്തെ ഷാഫി ചാലിയ പറഞ്ഞൊരു വിഷയമുണ്ട്, എത്ര പേരുണ്ട് ജമാഅത്തിൽ, എത്ര പേരുണ്ട് SDPIയിൽ, ഒരു വലിയ വിഭാഗത്തെ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ അത്രയും വർഗീയവാദികൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കണക്ക് പറയാൻ CPM ബാധ്യസ്ഥരാണ്. അത് CPM പറയുന്നില്ല. അപ്പൊ ഈ എറിയുന്ന വാക്കുണ്ടല്ലോ, ഒരു സമുദായത്തിലേക്ക് മുഴുവനുമാണ് കൊള്ളുന്നത്. അവരുടെ തെറ്റായ വായന അവരുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. അതായത് അവിടെ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദികൾ എന്നൊരു വാക്ക് വിജയരാമൻ പറഞ്ഞിട്ടില്ല. മത തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് നേടി അവിടെ വിജയിച്ചതിനെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റ് മറുപടിയല്ലേ? ആ സംഘടനകൾ ഇത് വെറും കണക്കാണല്ലോ. ആ സംഘടനകൾക്ക് ഇത്രയും വോട്ടുണ്ടോ? ഇത്രയും വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കും അത്രയും വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്കും കിട്ടുമ്പോൾ ഇത്രയും വോട്ടുണ്ടോ ആ സംഘടനകൾക്കൊക്കെ? അല്ല, ഭൂരിപക്ഷം എത്രയും വേട്ടെ? ഭൂരിപക്ഷം ഇവിടെ 6 ലക്ഷത്തിൽ മുകളിൽ വിജയിച്ചവരൊക്കെ ഇന്ത്യയിലുണ്ട്. ഭൂരിപക്ഷം എത്ര വേട്ടെ? ഒരു വോട്ടെങ്കിലും തീവ്രവാദികളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ പിന്നെ വോട്ട് വാങ്ങിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അല്ലേ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വർഗീയ ശക്തികളെ മുസ്ലിം പ്രീണന നയം CPMന് തിരിച്ചടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള വിലയിരുത്തലുകൾ പല ഭാഗത്ത് നിന്ന് വന്നു. പാർട്ടി അതനുസരിച്ചുള്ള ഒരു നയം മാറ്റത്തിലേക്ക് പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ താങ്കൾ കണ്ണടച്ച് അതും എതിർക്കും? അല്ല, എനിക്ക് മനസ്സിലാക്കുക 2019 ഞങ്ങൾക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ, ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ. ആലപ്പുഴ അത് കേവലം 10,000 വോട്ടിന് അദ്ദേഹം ജയിച്ചത്. അന്ന് നിങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ന്യൂനപക്ഷം മുസ്ലിം പ്രീണനം കൊണ്ടാണെന്നുള്ളവരോ. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞേ? അന്ന് നിങ്ങളോട് ഇവിടെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ സൃഷ്ടിച്ചൊരു കഥ എന്താണെന്നറിയോ? CPM തകർന്നു, CPM ജനം വെറുത്തു, ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരെല്ലാം വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ നിങ്ങൾ പറയുന്നു പിന്നെ മുസ്ലിം അമിത പ്രീണനം കൊണ്ടാണ് മാറിയെന്ന് പറയുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു സ്ഥിരതയില്ല മറുപടി പറയുന്നതിൽ. മുസ്ലിം സമൂഹത്തിന് അമിതമായ പ്രീണനമല്ല. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഒരുപോലെ കാണുന്ന ഒരു പാർട്ടിയാണ് CPM. എല്ലാവരും വോട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കണക്ക് അങ്ങോട്ട് പറയാം. സ്ഥിരതയില്ലാത്ത മാധ്യമങ്ങൾക്കാണോ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയെ കൈനീട്ടി വിളിക്കാൻ കാത്തുനിന്ന് അതിനുശേഷം തങ്ങളെ അടക്കം വിമർശിച്ച CPMനാണോ സ്ഥിരതയില്ലാത്തത്? ആർക്കാണ്? അല്ല, മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ മുന്നണിയിലേക്ക് ക്ഷണിച്ചതിൻ്റെതായ ഒരു ഡോക്യുമെന്റ് കാണിക്കാവോ അപർണയ്ക്ക്? മുസ്ലിം ലീഗ് നേതാക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രസ്താവനകളിൽ വന്ന മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, തുറന്നടിക്കൽ, ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതായിരുന്നു 2 വർഷം മുൻപ്, ഇതായിരുന്നു 1 വർഷം മുൻപ്. ഞാൻ തന്നെ ഈ ചർച്ചയുടെ ഉദാഹരണം പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുഖംമൂടി അണിഞ്ഞ വർഗീയ പാർട്ടിയുടെ ഒരു നേതാവായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് ഞാൻ ഈ നിരന്തരമായ ചർച്ചകളിൽ പറഞ്ഞു. എന്തുകൊണ്ടാ? എനിക്ക് അദ്ദേഹത്തിനോട് ഒരു സൗഹൃദമൊന്നുമില്ല. കാരണം അത്തരമുള്ള ആൾക്കാരെ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിനും മതേതരത്തിന് അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അവരുടെ നിലപാട് മാറ്റും. അവർ ഈ വർഗീയവാദികളുടെ തോളത്ത് കയറിയപ്പോൾ മുതല് അതുപോലെ മലപ്പുറം ജില്ലയെ കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തതോടുകൂടി
അവരുടെ ഒരു മുഖംമൂടി അടിഞ്ഞു വീണു. അത് എല്ലാവരും ഞങ്ങൾ ഓക്കെ, പറയുന്നില്ല. ശ്രീ ഷാബു പ്രസാദ്, ഇ.പി. ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ പോലും ബി.ജെ.പിയുമായി ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഒഴുക്കുണ്ടാകാതിരിക്കാൻ, അങ്ങനെ ഒരു മുഖം സൂക്ഷിക്കാൻ ആ ഒരു ഹിന്ദു സംരക്ഷണ ലേബൽ കൂടിയേ തീരുകയുള്ളൂ. അത് പക്ഷേ റെജി ലൂക്കോസിന് പെട്ടെന്ന് സമ്മതിക്കാൻ കഴിയില്ല, ആ നയമാറ്റം അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയില്ല. പക്ഷേ കാലാന്തരേണ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കാലാന്തരേണ അത് കൂടുതൽ വ്യക്തമാകുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ BJP-യെ ഏത് തരത്തിൽ കൂടിയാണ് CPM കാണുന്നത് എന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ ഉണ്ടല്ലോ. BJP CPM ധാരണ എന്ന് പറയുന്നത് തള്ളിക്കളയാവുന്ന ഒരു വിഷയം കൂടിയാണ് അങ്ങനെ ആണെങ്കിൽ. ഇല്ല, BJP CPM ധാരണ എന്ന് പറയുന്നത് ഇവര് കോൺഗ്രസ് സൃഷ്ടിച്ച ഒരു നറേറ്റീവാണ്. BJP-ക്ക് ഒരിക്കലും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് CPM. കാര്യം ശരിക്കും ഇവിടെ ഫിസിക്കൽ സ്ട്രഗിൾ തന്നെ സംഘപരിവാർ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ എത്രയോ രക്തസാക്ഷികൾ, എത്രയോ ബലിദാനികൾ ഇവിടെ കേരളത്തിൽ CPM സംഘപരിവാറിനുണ്ട്. അത് മുഴുവനും CPM-ന്റെ കയ്യിൽ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു CPM-നോട് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് സംഘപരിവാറിനെയും BJP-യെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോ എന്താ പറഞ്ഞാൽ, പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കോൺഗ്രസ് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ 100% അക്കാര്യം അംഗീകരിക്കുക തന്നെ ചെയ്യും. ആ നറേറ്റീവ് അവർ സൃഷ്ടിച്ച കാര്യം, അതിന് വ്യക്തമായ രീതിയിൽ, കൺവിൻസിംഗ് ആയ രീതിയിൽ മറുപടി പറയാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളത് BJP-യുടെ ഒരു വിഷയമേ അല്ല. BJP-യുടേതായ രീതിയിൽ അവർ പ്രവർത്തിച്ചു പോകുന്നു, അവർ വളരുന്നു, അവരവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവരുടെ ഈ നയമാറ്റം, ഇത് ഇനിയും ഇവര് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഇവർ ഇത്രയും കാലം കടന്ന് കടിപിടി കൂടിയത്. ഇതൊന്നും BJP-യെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷെ ഇനിയും വരാൻ പോകുന്നത് ഒരു കാര്യമുണ്ട്, BJP-യെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയേക്കാവുന്ന ഒരു കാര്യമാണത്. അതായത് BJP-യുടെ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്കറിയാം, നമ്മൾ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് ഹിന്ദു വോട്ടുകൾ തന്നെയാണ്. ആ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് വലിയ തോതിൽ ഹിന്ദു വോട്ടുകൾ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്, അതുമല്ല തങ്ങൾക്ക് വേണ്ട രീതിയിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള ആ രണ്ട് ഫാക്ടറിൽ നിന്നാണ്, ആ തിരിച്ചറിവിൽ നിന്നാണ് CPM-ന് ഈ നയമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും വാവിട്ട വാക്കുകളോ അല്ലെങ്കിൽ കൈവിട്ട കളികളോ ഇതൊന്നുമല്ല, സ്ലിപ്പ് ഓഫ് ദ ടങ് ഒന്നുമല്ല പറഞ്ഞ. ഇതൊക്കെ വളരെ വ്യക്തമായി ആലോചിച്ചുറപ്പിച്ച് കരുതിക്കൂട്ടി തന്നെയാണ് നേതാക്കന്മാർ ഈ പ്രസ്താവനകൾ നടത്തുന്നത്. കൃത്യമാണ് അവരുടെ ലക്ഷ്യം. ഇനി ഞാൻ തീർച്ചയായും പറയാം, ഒരു കാര്യമുണ്ട്, 2026 തെരഞ്ഞെടുപ്പിൽ ആ സമയം, കാര്യം ഇഷ്ടംപോലെ സമയം മുമ്പിൽ കിടപ്പുണ്ട്. ഇനി 1.5 വർഷത്തിലധികം സമയം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നറേറ്റീവ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മെഷീനറി CPM-നുണ്ട്. അതിൽ അവർ വലിയൊരു അളവോളം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിന്റെ വലിയ വില കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കുകയും ചെയ്യും. അതാണ് ആ പോയിന്റാണ് ശ്രീ N. ശ്രീകുമാർ. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്, BDJS പോലും പോകാൻ നിൽക്കുകയാണ് UDF-ലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. വെള്ളാപ്പള്ളി നടേശനൊക്കെ കോൺഗ്രസിന്റെ അകത്തുള്ള സമവാക്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നു. ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നു. അതായത് കോൺഗ്രസ് മുന്നിലുണ്ട് എന്ന് SNDP പോലും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ CPM സ്വീകരിക്കുന്ന ഈ നീക്കം അത് തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കുക കോൺഗ്രസിന് തന്നെയായിരിക്കും എന്നാണല്ലോ ഷാബു പ്രസാദ് പറഞ്ഞത്. അത് ഏകദേശം ശരിയല്ലേ? പല മേഖലകളിലും CPM അങ്ങനെ ഒരു നയമാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം ചില വർഗീയ പരാമർശങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒരു വശത്ത് നടക്കും. പക്ഷേ ആത്യന്തികമായി ഈ കണക്ക് കൂട്ടലിൽ CPM ലക്ഷ്യം കാണാനുള്ള സാധ്യതയില്ലേ? ജനം വിശ്വസിക്കണ്ടേ അപർണ? ഒരു പാർട്ടിയെ ജനം വിശ്വസിക്കണ്ടേ? ആദ്യം CPM ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് ജനത്തിന്, ഹിന്ദുക്കൾക്ക് തോന്നണ്ടേ? ഇപ്പൊ BJP എന്തുകൊണ്ടാണ് കേരളത്തിലെ കാര്യമായ രീതിയിൽ വളരാതിരിക്കുന്നത്? BJP പറയുന്നതല്ല ഹിന്ദുക്കളുടെ നയവും പരിപാടിയും വിശ്വാസവും ആചാരവും. BJP-യുടെ നയങ്ങൾ ഹിന്ദുത്വ നയങ്ങൾ എന്ന് പറയുമ്പോഴും ജനത്തിന്, ഹിന്ദുക്കൾക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലാണ് അവർ കാര്യമായ രീതിയിൽ വളരാത്തത്.
CPM ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കാൻ ശ്രമിക്കുന്നു എന്നിവിടെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ NSSും SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു UDF വിരുദ്ധ മനോഭാവമുള്ള ആളാണെങ്കിലും അണികളും പ്രവർത്തകരും ഇടത്തരക്കാരായ നേതാക്കളും ഒക്കെ ഒരു കോൺഗ്രസ് അനുകൂലികളാണ്. കാരണം NSSും SNDPയും ഒക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടാണ് നേരിട്ട് പ്രവർത്തിച്ചത്. അറിയാമല്ലോ, NSSന്റെ രാഷ്ട്രീയ സംഘടന NTP, SRP എന്ന SNDP സംഘടനയ്ക്ക് അറിയാമല്ലോ, ഒക്കെ കോൺഗ്രസിന്റെ കാലത്തല്ലേ മന്ത്രിമാരായത്. അപ്പോൾ അവർക്ക് ആ ഒരു പാരമ്പര്യം ഉള്ളത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ CPM ഇപ്പോൾ NSS അതുപോലെ SNDP ഒക്കെ CPM നിന്നും അകന്നു, മുസ്ലിങ്ങളും അകന്നു. അപ്പം പിന്നെ ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക വഴിയുള്ളൂ എന്നൊരു ചിന്ത അവർക്ക് വന്നിരിക്കുക. ഹിന്ദുക്കളെന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ അടിസ്ഥാന വർഗം. പഴയകാലത്ത് CPMന്റെ അടിസ്ഥാന വിഭാഗം എന്ന് പറയുന്നത് അധസ്ഥിത വർഗമായിരുന്നു. അവർ CPM നിന്ന് പോയി ഇപ്പോൾ പൂർണ്ണമായിട്ടും. പിന്നെ ഈഴവ സമുദായം അവർ CPM നിന്ന് കുറേ പിന്നാക്കം പോയിരിക്കുന്നു. പിന്നെ നായർ സമുദായം, ഈ നായർ സമുദായത്തിൽ ഇപ്പോൾ കൃത്യമായ അജണ്ട കൊടുത്തിട്ടുണ്ട് NSS. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവരാ ഉള്ള വോട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി BJP ജയിച്ചില്ല ഹിന്ദു വോട്ട് കൊണ്ട്, കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു ചില സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ളപ്പോൾ CPMന് അറിയാം BJP കേരളത്തിലെ ഹിന്ദു വോട്ട് പിടിക്കില്ല. ആ വോട്ട് കോൺഗ്രസിൽ പോകാതിരിക്കാൻ വേണ്ടി CPM ശ്രമിക്കും. പക്ഷെ ജനം വിശ്വസിക്കില്ല. എന്താ കാരണം? മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചു അവർ. അത് മാത്രമല്ല അവർ പറയുന്നത് എന്താണ്, നേരത്തെ കയ്യൂർത്തി അതിന് വേണ്ടിയിട്ടാണ്. SDPയുടെ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി VD സതീശൻ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടിരിക്കണോ. അത് പാലക്കാട് സംഭവിച്ചു. പാലക്കാട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് നഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ വിശ്വാസം? സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയല്ല. കാരണം ഒരു നയം വേണ്ടേ? ഒന്നുകിൽ അവരെ ഇപ്പം സാധാരണ മതേതരത്വ നയം പറയുമ്പോൾ കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് എല്ലാവരോടും തുല്യ സമീപനമാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഹിന്ദു സമുദായത്തെ തള്ളി പറഞ്ഞോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് മുസ്ലിം വർഗീയത എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4.5 ലക്ഷം വോട്ടിന് ജയിച്ചിട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് അവിടെ വിജയരാഘവൻ പറയുമ്പോൾ അത് പാർട്ടി ഏറ്റെടുക്കില്ല. അപർണ, ഏറ്റെടുത്താൽ മണ്ടത്തരാണ്. അതുകൊണ്ട് ഇതെങ്ങനെ CPM നയമാകുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നയമില്ല. പക്ഷേ പ്രസംഗിക്കുമ്പോൾ അതാത് അവസരത്തിനൊത്ത് പ്രസംഗിക്കുന്നു, അത് പുലിവാലാവുകയും ചെയ്യും. ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അദ്ദേഹം നാളെ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ എന്തെങ്കിലും മാറ്റം പറയും. കാരണം P. മോഹനൻ എന്താ പറഞ്ഞത് ഡ്രില്ലിനെ കുറിച്ച്, എന്നിട്ട് അദ്ദേഹം നേരെ തിരുത്തിയില്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നതില്ല, CPMന്റെ അതായത് പഴയ കാലത്ത് സെക്രട്ടേറിയറ്റ് ഒക്കെ ചേർന്ന് നയം രൂപീകരിക്കും, LDF ചേർന്ന് നയം രൂപീകരിക്കും, കേന്ദ്ര കമ്മിറ്റി നയം രൂപീകരിക്കും. ഇവിടെ നമ്മുടെ EP ജയരാജൻ ജാവദേക്കറെ കണ്ടില്ലോ, BJP നേതാവിനെ. എന്നിട്ട് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ തരം താഴ്ത്തിയോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും. ഏതായാലും ഈ വിഷയത്തിനകത്ത് ഒരു പ്രഖ്യാപിത നയം ഉണ്ടാവുകയില്ല എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും തീർച്ചയായും സമയപരിമിതി കൊണ്ടാണ് ശ്രീ N. ശ്രീകുമാർ, ക്ഷമിക്കാനോട് ഷാബു പ്രസാദ്, ശ്രീ റെജി ലൂക്കോസ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തത്. ഏതായാലും പ്രേക്ഷകരോട് ചോദിച്ചു, CPMന്റെ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങളെ പിറകിൽ ഈ പാർട്ടിയുടെ നയമാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 80% പ്രേക്ഷകരും ഉണ്ട് എന്ന് പറയുന്നു. 16% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് പറഞ്ഞത്. ഏതായാലും ന്യൂനപക്ഷ പ്രീണന നയം ഉപേക്ഷിച്ച് ഹിന്ദു വോട്ടുകൾക്കും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പമാണ് എന്നുള്ളൊരു സന്ദേശം നൽകാൻ ഒരുങ്ങുകയാണോ CPM? 2026 തെരഞ്ഞെടുപ്പിൽ ഇനി ആ നെഗറ്റീവാണോ കാണാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് AV ജയരാഘവൻ പറഞ്ഞത് വാവിട്ട വാക്കല്ല, ഇത് പാർട്ടി ഇനി പുറത്തുവിടാൻ പോകുന്ന നിലപാടിന്റെ സൂചനകൾ മാത്രമാണ്. ഏതായാലും പൂർണ്ണമാകുന്നു ഫ്രണ്ട് ഡിബേറ്റ്.